2002 പുറത്തിറങ്ങിയ ഐസേജ് സീരീസിലെ ഐസേജ് 1 എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിനിമയുടെ വൺലൈനൊന്ന് ഞാൻ പറഞ്ഞു തരാം. ഹിമയുഗത്തിൽ ജീവിക്കുന്ന കുറച്ച് ജീവികൾ അവർക്ക് ഒരു മനുഷ്യ കുഞ്ഞിനെ കിട്ടുന്നതും തുടർന്ന് അവനെ രക്ഷപ്പെടുത്തി അവന്റെ അച്ഛന്റെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ കഥയിലേക്ക് കടക്കാം. വെൽക്കം ടു ദ മൂവി ടൈം. സിനിമയുടെ തുടക്കത്തിൽ ഒരണ്ണാൻ നെട്ടും കൊണ്ട് പരക്കം ഓടുന്നതാണ് കാണുന്നത്. ഇതെവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് പുള്ളിക്കാരൻ ഇങ്ങനെ കിടന്നോടുന്നത്. ഒടുവിൽ നെട്ട് മഞ്ഞിലിറക്കി വെച്ച് തന്റെ മുഴുവൻ ശക്തിയെടുത്ത് നെട്ട് താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. അവിടെ അങ്ങ് വിള്ളൽ വരികയാണ്. ആ വിള്ളൽ നേരെ അപ്പുറത്തുള്ള മഞ്ഞുമലയിലേക്കാണ് പോകുന്നത്. അങ്ങനെ അതങ്ങ് താഴേക്ക് വീണ് പതിയെ അവന്റെ അടുത്തേക്ക് നീങ്ങി വരുന്നു. ഇത് കണ്ട് പുള്ളിക്കാരൻ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. പിന്നെയാണ് നെട്ട് എടുക്കാൻ മറന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. പോയി അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനും കഴിയുന്നില്ല. ഒടുവിൽ അതെങ്ങനെയൊക്കെയോ എടുത്ത് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. അതാണെങ്കിലോ ഇപ്പോഴും അവന്റെ കൂടെ തന്നെയുണ്ട്. പെട്ടെന്നാണ് മറുവശത്ത് നിന്നും മറ്റൊന്നും കൂടെ അവന്റെ അടുത്തേക്ക് വരുന്നത്. ഇതോടെ അവൻ അങ്ങ് സൈഡിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. നെട്ടിൽ നിരങ്ങിയൊക്കെയാണ് അവൻ പോകുന്നത്. എന്നാൽ എൻഡിലെത്തിയതും അതിനിടയിൽ അങ്ങ് കുടുങ്ങിപ്പോയി. പതിയെ പുറത്തേക്ക് വരാൻ ശ്രമിച്ചതും അവിടെ നിന്നും അങ്ങ് തെറിച്ചു പോവുകയാണ്. താഴേക്കെത്തിയതും പുള്ളിക്കാരൻ ആദ്യം തന്നെ തിരയുന്നത് തന്റെ നെട്ടാണ്. അപ്പോഴാണ് നെട്ടും അങ്ങോട്ടേക്ക് പറന്നു വരുന്നത്. ഇതോടെ നല്ല ഹാപ്പിയായി അവൻ ആ നെട്ടിനെ കെട്ടിപ്പിടിക്കുന്നു. അതിന്റെ പിറകിൽ വന്ന ജീവികളെല്ലാം അവനെ അങ്ങ് പഞ്ചറാക്കി കളഞ്ഞു. പിന്നീട് അവനെ ഒരു ജീവി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നുമുണ്ട്. അതിശൈത്യം കാരണം തന്നെ അവരവിടെ നിന്നും കുടിയേറുകയാണ്. ഇതൊന്നും അറിയാതെ പല കുട്ടികളും ഇപ്പോഴും ചേറിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഫാദർ അവരെ നന്നായി തന്നെ ചീത്ത പറയുന്നുണ്ട്. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാമത്ത് എതിർ സൈഡിൽ നിന്നും അവരുടെ ഇടയിലേക്ക് കയറുന്നത്. ഇത് കണ്ട് മൃഗങ്ങൾക്കെല്ലാം ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവനോട് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ആർക്കും ധൈര്യമില്ല. പുള്ളിക്കാരൻ തന്നെയാണ് നമ്മുടെ കഥാനായകൻ. മാൻഫ്രഡ് എന്നാണ് അവന്റെ പേര്. ഈ കുലുക്കമെല്ലാം കാരണം തന്നെ മറ്റൊരാൾ ഞെട്ടിയെഴുന്നേൽക്കുന്നുണ്ട്. അവനെ നമുക്ക് സിഡ് എന്ന് വിളിക്കാം. പണ്ടത്തെ ഒരു സ്ലോത്ത് വർഗമായിരുന്നു അവൻ. എണീറ്റ പാടെ തന്നെ കൂട്ടുകാരെല്ലാം തിരയാൻ തുടങ്ങി. എന്നാൽ ആരെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ മരത്തിൽ നിന്നും ഇറങ്ങി പുള്ളിക്കാരൻ തന്റെ മെയിൻ ഹോബി അങ്ങ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എല്ലാ മൃഗങ്ങളെയും അങ്ങ് പോയി ചൊറിയുക. ചിലപ്പോഴെല്ലാം അവനും പണി കിട്ടുന്നുണ്ട്. ദേ കണ്ടില്ലേ, അവനാണെങ്കിലോ നേരെ പോയി ഇടിക്കുന്നത് നമ്മുടെ ഹീറോയുടെ ബാക്കിലാണ്. തന്നെ സഹായിക്കാൻ വേണ്ടി അവൻ പറയുന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ ഹീറോ അത് കാര്യമാക്കാതിരുന്നെങ്കിലും പിന്നീട് അവനെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ചെറിയൊരു പണി കിട്ടി. സന്തോഷം കൊണ്ട് സിഡ് ഹീറോയെ പോയി കെട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്നും ബാലൻസ് തെറ്റി താഴേക്ക് വീഴുന്നു. ഇതും കൂടെ ആയപ്പോൾ ദേഷ്യം വന്ന് നമ്മുടെ മാമത്തിന്റെ കൺട്രോൾ പോയിട്ടുണ്ട്. എന്നിരുന്നാലും പിന്നീട് ഹീറോ അവിടെ നിന്നും നടന്നു പോകുന്നു. പിന്നാലെ തന്നെ ഹീറോയെ ചൊറിഞ്ഞുകൊണ്ട് നമ്മുടെ സെഡുമുണ്ട്. ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ ഹീറോ അവന് ഒരു വാണിംഗ് എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും തിരിച്ചു പോകാൻ വേണ്ടി പുള്ളിക്കാരന് കഴിയില്ല. ദേ കണ്ടില്ലേ, അവരവനെ കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ മറ്റൊരിടത്ത് കുറച്ചു മനുഷ്യർ ടെന്റ് അടിച്ച് താമസിക്കുന്നതായും നമുക്ക് കാണാം. അവരുടെ നേതാവും ഭാര്യയും തങ്ങളുടെ കുഞ്ഞിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം മറ്റു ചിലർ കാണുന്നുണ്ടായിരുന്നു. രണ്ട് കടുവകൾ അവരുടെ കൂട്ടത്തിലെ ഒരുപാട് പേരെ ഈ മനുഷ്യർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തക്കം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണവർ. അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതിനായി ഒരാക്രമണം നടത്താൻ വേണ്ടി അവർ ആസൂത്രണം ചെയ്യുന്നു. അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നേതാവിന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം. ഇത് ഡിയാഗോ എന്ന് പേരുള്ള ഒരു കടുവയുടെ ചുമതലയാണ്. ഇവിടെയാണെങ്കിലോ ഇന്ന് രാത്രി തങ്ങാൻ വേണ്ടി ഒരു കൂര സെറ്റാക്കാനുള്ള പ്ലാനിലാണ് നമ്മുടെ മാമത്ത്. എന്നാൽ സെഡ് അതൊന്നും ശ്രദ്ധിക്കാതെ വലിയ പൊങ്ങച്ചമടിച്ച് തീ കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴല്ലേ മഴ പെയ്യുന്നത്. പാവം നമ്മുടെ സെഡ് മഴയിൽ അങ്ങ് കുടുങ്ങിപ്പോയി. ഹീറോയാകട്ടെ താൻ ഉണ്ടാക്കിയ കൂരയിൽ കയറി വിശ്രമിക്കുന്നു. സെഡ് ആണെങ്കിലോ ഹീറോയുടെ വാലിനടിയിലുമുണ്ട്. നമ്മുടെ മാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരന് ഫാമിലി ഒന്നുമില്ല. എന്നാൽ സിഡ് നേരെ തിരിച്ചാണ്. അവന് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവരെയെല്ലാം ഇട്ടെറിഞ്ഞു പോന്നിരിക്കുന്നു. ഓരോരുത്തരെ പോയി ചൊറിയാൻ തന്നെ. ഇതിനിടയിൽ നമ്മുടെ അണ്ണാൻ തന്റെ നെട്ടുമായി ഒരു മരത്തിന് മുകളിൽ കയറുന്നു. അതിനിടയിൽ നെട്ട് അങ്ങ് താഴേക്ക് പോകാൻ നിൽക്കുമെങ്കിലും പുള്ളിക്കാരൻ അതെങ്ങനെയൊക്കെയോ വായ കൊണ്ടെടുക്കുന്നു. അങ്ങനെ മുകളിലേക്ക് എത്തി മരത്തിനുള്ളിൽ ഒളിപ്പിക്കാൻ നിന്നതും ഇതേ സമയം തക്കം പാർത്തു നിൽക്കുകയാണ് നമ്മുടെ കടുവകൾ. ഇവരിപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അവരങ്ങനെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു. ഇതാണെങ്കിലോ കെട്ടിയിട്ട പട്ടികൾ കണ്ട് കുരക്കുന്നുമുണ്ട്. ഈ ശബ്ദം കേട്ട് നേതാവും സംഘവും പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ആക്രമിക്കുന്നു. ആ തക്കം നോക്കി ഡിയാഗോ എന്ന് പേരുള്ള കടുവ ടെന്റിനുള്ളിൽ പോയി കുഞ്ഞിനെ മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് നേതാവിന്റെ ഭാര്യ അത് കാണുന്നത്. അവൾ ഡിയാഗോ കിട്ടുന്നു കൊടുത്ത് കുഞ്ഞിനെ കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. ഇത് കണ്ട് നേതാവ് അവളെ രക്ഷിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമെങ്കിലും മറ്റു കടുവകൾ അതിന് സമ്മതിക്കുന്നു.
സമ്മതിക്കുന്നില്ല. ഒടുവിൽ അവൾ നേരെ എത്തുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന് സമീപമാണ്. ഇനി മുൻപോട്ടേക്ക് പോകാൻ വഴിയുമില്ല. പിന്നിലായി ഇതാ ഡിയാഗോയും വരുന്നു. പിന്നീട് അവൾ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അതോടെ നിരാശനായ ഡിയാഗോ അവിടെ നിന്നും മടങ്ങുന്നു. ഇവിടെയാണെങ്കിലോ മനുഷ്യർ പട്ടികളെ അഴിച്ചുവിട്ട് അവരെല്ലാം കടുവകളെ വകവരുത്തി. അതോടെ അവരവിടെ നിന്നും പിൻവാങ്ങി. അവർ നേരെ പോകുന്നതാണെങ്കിലോ നമ്മുടെ ഡിയാഗോയുടെ അടുത്തേക്കാണ്. കുഞ്ഞിനെ ചോദിച്ചുകൊണ്ടാണ് അവരുടെ വരവ്. എന്നാൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഡിയാഗോ അവരോട് പറയുന്നു. ഇത് കേട്ട് അവർക്ക് നന്നായി തന്നെ ദേഷ്യം വരുന്നുണ്ട്. എന്നിരുന്നാലും ആ കുഞ്ഞിനെ പിടിച്ചു തരുമെന്ന് ഡിയാഗോ അവർക്ക് വാക്കു കൊടുക്കുകയാണ്. ഇവിടെയാണെങ്കിലോ മനുഷ്യർക്ക് കുഞ്ഞിന്റെ മാല മാത്രം കിട്ടി. അതും എടുത്ത് അവരവിടെ നിന്നും പോകുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഇനി അവർക്ക് അവിടെ തങ്ങാൻ കഴിയില്ല. കാരണം അവരുടെ ടെന്റുകളെല്ലാം കടുവകൾ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോയും സെഡും കൂടെ ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടു ഞെട്ടുന്നത്. മുൻപിലായി ഇതാ കുഞ്ഞിനെയും എടുത്ത് അതിന്റെ അമ്മ നിൽക്കുന്നു. ഈ സമയം കൊണ്ട് അവൾ ആകെ തളർന്നു പോയിരുന്നു. എന്നിരുന്നാലും കുഞ്ഞിനെ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് നീട്ടിവെക്കുകയാണ് അവൾ. അതിനെ നമ്മുടെ ഹീറോ പിടിക്കുന്നു. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ വെള്ളത്തിൽ നോക്കിയപ്പോൾ അമ്മയെ കാണാനുമില്ല. എന്നാൽ ഹീറോ അതൊന്നും കാര്യമാക്കാതെ കുഞ്ഞിനെ കരയിൽ പിടിച്ചു വെച്ചതിന് ശേഷം അവിടെ നിന്നും പോവുകയാണ്. ഇതാണെങ്കിലോ സിഡിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും എടുത്ത് സിഡ് കൂടെ തന്നെയുണ്ട്. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ അവരുടെ അടുത്ത് എത്തിക്കണം. എന്നാൽ ഹീറോ അതിനൊന്നും കൂട്ടുനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സിഡ് തനിയെ കുഞ്ഞിനെയും എടുത്ത് അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഇത് കണ്ട് ഹീറോക്ക് ചിരിയാണ് വന്നത്. കാരണം പുള്ളിക്കാരനല്ലേ സിഡിനെ പോലും രക്ഷപ്പെടുത്തിയത്. അപ്പോഴാണ് ഒരു കുഞ്ഞും കൂടെ. ഇതും പറഞ്ഞ് മാമത്ത് അവനെ കളിയാക്കുകയാണ്. എന്നാൽ അതൊന്നും വിഷയമാക്കാതെ സിഡ് അവിടെ നിന്നും പോകുന്നു. ഈ മലയിടുക്കിന് മുകളിലാണ് മനുഷ്യർ താമസിക്കുന്നത്. പതിയെ അവൻ അവിടെ പൊത്തിപ്പിടിച്ച് കയറുകയാണ്. പുള്ളിക്കാരന് നല്ല പേടിയൊക്കെയുണ്ട്. കുറച്ചു മുകളിലേക്ക് എത്തി ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും ഇത്രയും നേരം പൊങ്ങച്ച മടിച്ച് സംസാരിച്ചിരുന്ന നമ്മുടെ ഹീറോ ഇതാ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. കുഞ്ഞതിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. കുഞ്ഞിനെ കാലിൽ പിടുത്തം കിട്ടി. അപ്പോഴേക്കും നമ്മുടെ ഹീറോയും താഴേക്ക് എത്തിയിട്ടുണ്ട്. സിഡ് അവനെ താഴേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഹീറോ അവനെ ക്യാച്ച് ചെയ്യാൻ നിന്നതും തനിക്കൊറ്റക്ക് നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഡിയാഗോ അതിൽ നിന്നും പിന്മാറി അവരോട് മയത്തിൽ സംസാരിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ താൻ മനുഷ്യരുടെ അടുത്ത് എത്തിക്കാം. അതിനുവേണ്ടി കുഞ്ഞിനെ തിരികെ ചോദിച്ചു. എന്നാൽ അവരതിന് സമ്മതിക്കുന്നില്ല. കാരണം ഡിയാഗോയെ അവർക്ക് നല്ല സംശയമുണ്ട്. അതോടെ നിരാശനായ ഡിയാഗോ അവിടെ നിന്നും പോയി. നമ്മുടെ ടീമാണെങ്കിലോ ഇപ്പോൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അവരവിടെ കണ്ട കാഴ്ച ഇതായിരുന്നു. ആകെ അലങ്കോലമായി കിടക്കുന്നു. അവിടെ ഒരു മനുഷ്യനെ പോലും അവർക്ക് കാണാൻ സാധിച്ചില്ല. കുഞ്ഞാണെങ്കിലോ ഈ നേരം കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. തൊട്ടിലിനടുത്ത് ത്തേക്ക് പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഡിയാഗോ അങ്ങോട്ട് എത്തിയത്. പഴയ പോലെ തന്നെ അവരോട് സംസാരിക്കുന്നു. എന്നാൽ എത്രയൊക്കെ സോപ്പിട്ടിട്ടും ഹീറോയും സെഡും അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ ഒരു കണ്ടീഷൻ ഒഴിച്ച് ഡിയാഗോയുടെ കൂടെ ഒറ്റക്ക് കുഞ്ഞിനെ കൊടുത്തുവിടാൻ അവർക്ക് കഴിയില്ല. അതിനു പകരം എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി മനുഷ്യരെ ട്രാക്ക് ചെയ്യണം. അതിന് നമ്മുടെ ഡിയാഗോ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ 3 പേരും കൂടെ യാത്രയായി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം കുഞ്ഞിപ്പോൾ കരച്ചിൽ തന്നെ നിർത്തുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് മൂത്രമൊഴിച്ചിട്ടുണ്ട്. അത് വൃത്തിയാക്കാൻ വേണ്ടി സെഡ് മാമത്തിനോട് പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന് നല്ലവണ്ണം കേട്ടു. അതോടെ സെഡ് അങ്ങ് ട്രാപ്പായി. ഇനി അവൻ തനിച്ച് അത് ക്ലീൻ ചെയ്യണം. ഇതോടെ ഹീറോക്ക് നന്നായി തന്നെ ദേഷ്യം വരുന്നുണ്ട്. സെഡിന് കണക്കിനിട്ടൊന്ന് കൊടുക്കുന്നു. അതോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ഒരു നിമിഷത്തേക്ക് കരച്ചിൽ നിർത്തി. പിന്നീട് നമ്മുടെ ഡിയാഗോയും ഹീറോയും അത് മാറി മാറി ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും കുഞ്ഞ് ഇപ്പോഴും നല്ല കരച്ചിലാണ്. ഇത് കണ്ട നമ്മുടെ ഡിയാഗോ കുഞ്ഞിനെ കണ്ണുപൊത്തി കളിപ്പിക്കുന്നു. അതോടെ കുഞ്ഞിന്റെ കരച്ചിൽ ഒന്നും കൂടി. ഇത് കണ്ട് സിഡ് അവനോട് ദേഷ്യപ്പെടുകയാണ്. കാരണം കുഞ്ഞിപ്പോൾ കരച്ചിൽ തന്നെ നിർത്തുന്നില്ല. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ തർക്കിക്കുകയാണ്. അതോടെ ഹീറോ അതൊന്ന് നിർത്താൻ പറയുന്നു. അങ്ങനെയിരിക്കെയാണ് അവരൊരു തണ്ണിമത്തൻ കാണുന്നത്. ഹീറോ അത് ഓടിപ്പോയി എടുത്തു. എന്നാൽ അതൊരു കോഴി തട്ടിപ്പറിച്ച് അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഇത് അന്നു കാലത്തുണ്ടായിരുന്ന ഡോഡോ എന്നു പേരുള്ള ഒരു പക്ഷിയാണ്. അതൊന്നു മാത്രമായിരുന്നില്ല, ഒരു കൂട്ടം തന്നെയുണ്ടായിരുന്നു. അവർ അതിജീവനത്തിന് വേണ്ടി പോരാടുകയാണ്. പല കോപ്രായങ്ങളും അവർ കാണിച്ചു കൂട്ടുന്നുണ്ട്. അവരടുത്ത് 3 തണ്ണിമത്തനുണ്ട്. അതിലെ ഒരു തണ്ണിമത്തൻ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ടെങ്കിലും അവരത് കൊടുക്കുന്നില്ല. പിന്നീട് അവിടെ ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. 2 തണ്ണിമത്തനും അവരെ കൈവിട്ടു പോയി. ഇനി ഒരൊറ്റൊന്നു മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സിഡ് ചെന്ന് എടുക്കുകയാണ്. അപ്പോഴേക്കും പക്ഷികളെല്ലാം അവൻക്ക് നേരെ തിരിഞ്ഞു. അപ്പോഴാണ് മാമത്തിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ സിഡ് കാണുന്നത്. കുഞ്ഞിനെ കണ്ടപാടെ തന്നെ സഹതാപം തോന്നിയ നമ്മുടെ സിഡ് നല്ല കൂളായി തന്നെ അവർക്കിടയിലൂടെ പോകുന്നു. അങ്ങനെ പക്ഷികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒടുവിൽ തണ്ണിമത്തൻ കുഞ്ഞിന് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് സിഡ്. എന്നാൽ അതുകൊണ്ടൊന്നും യാതൊന്നും ആയിട്ടില്ല. ഇനിയും അവർക്ക് ഫുഡ് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ സിഡ് പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട്. ഫൈറ്റ് ചെയ്യുന്ന ഒരു മൈൻഡാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഉള്ളത്. ആ സമയത്താണ് തൊട്ടടുത്തുള്ള മരപ്പൊത്തിൽ നിന്നും ഒരു ഞെട്ട്
അവൻക്ക് കിട്ടുന്നത്. ഇത് മറ്റാരുടെയുമല്ല, നമ്മുടെ അണ്ണാന്റെയാണത്. മുമ്പ് നമ്മൾ മരത്തിന് മുകളിൽ അവൻ അത് വെക്കുന്നതായി കണ്ടിരുന്നു. ഇത് കണ്ട് നമ്മുടെ അണ്ണാൻ വെറുതെ ഇരിക്കുമോ? ഇതോടെ സിഡ് അത് അവൻക്ക് തന്നെ കൊടുത്തു. പിന്നീട് അവർ എല്ലാവരും കൂടെ ഉറങ്ങാൻ വേണ്ടി നിൽക്കുന്നു. നമ്മുടെ മാമത്തിന് ഉറക്കം തന്നെ വരുന്നില്ല. കാരണം പുള്ളിക്കാരന് ഇപ്പോഴും നമ്മുടെ ഡിയാഗോയെ സംശയമുണ്ട്. എന്നാൽ ഡിയാഗോ നല്ല ഉറക്കത്തിലാണ്. ഇത് കണ്ട് പതിയെ ഹീറോയും ഉറങ്ങി. അപ്പോഴാണ് ഡിയാഗോ എഴുന്നേൽക്കുന്നത്. പതിയെ കുഞ്ഞിനടുത്തേക്ക് പോയി കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവൻ. എന്നാൽ സിഡിന്റെ കൂർക്കം വലി കാരണം തന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ ഞെട്ടുന്നുമുണ്ട്. പിന്നീട് കുഞ്ഞിനെ എടുക്കാൻ നിന്നതും മുകളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. ശത്രുവാണെന്ന് കരുതി ഡിയാഗോ പോയി ആക്രമിക്കുകയാണ്. പിന്നല്ലേ മനസ്സിലാകുന്നത് അത് പുള്ളിക്കാരന്റെ കൂട്ടുകാരാണ്. അവരോട് എല്ലാ കാര്യങ്ങളും ഡിയാഗോ തുറന്നു പറയുന്നു. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം, എന്തായാലും താൻ ആ കുഞ്ഞിനെ കൊണ്ടുവരും. കുഞ്ഞിനെ മാത്രമല്ല മാമത്തിനെയും നമുക്ക് കിട്ടും. അവനെ ഒറ്റക്ക് നേരിടാൻ കഴിയില്ല. അതോടെ അവരെല്ലാവരും അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം കണ്ണു തുറന്നതും കുഞ്ഞിനെ കാണാനില്ല. പെട്ടെന്ന് ഹീറോ ഡിയാഗോക്ക് നേരെ തിരിയുന്നു. എന്നാൽ പുള്ളിക്കാരനും കണ്ടിട്ടില്ല. അതേ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സിഡ് ആണ്. ഇപ്പോഴാണ് നമ്മുടെ സിഡിനെ കാണിക്കുന്നത്. സിഡ് രണ്ട് പെൺകുട്ടികളോട് സൊള്ളി നിൽക്കുകയാണ്. കാട്ടിലെ പുലികളിൽ നിന്നുമാണ് താൻ അവനെ രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വലിയ പൊങ്ങച്ചമെല്ലാം അടിക്കുന്നുണ്ട്. ഇതെല്ലാം അവർ വിശ്വസിച്ച് പുള്ളിക്കാരനെ കല്യാണം കഴിക്കണമെന്ന് വരെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ഹീറോ അങ്ങോട്ടെത്തുന്നത്. ഹീറോ കുഞ്ഞിനെ അവന്റെ അടുത്തു നിന്നും എടുത്തുകൊണ്ടു പോവുകയാണ്. ഇത് കണ്ട് പുള്ളിക്കാരന് നന്നായി തന്നെ ദേഷ്യം വരുന്നു. കാരണം അവരുടെ ഇടയിൽ വെച്ച് തന്നെ നാണം കെടുത്തിയില്ലേ, അതും ചോദിക്കാൻ പോവുകയാണ് നമ്മുടെ സിഡ്. മാമത്തിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിയെടുത്ത് പോകാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അതിനും സാധിക്കുന്നില്ല. എന്നിരുന്നാലും തനിയെ അങ്ങോട്ടേക്ക് പോയി. എന്നാൽ അവിടെ ഉണ്ടായിരുന്നതോ നമ്മുടെ ഹീറോയും കട്ടക്കലിപ്പിലാണ്. കാരണം അവനെ ഇത്രയും നോക്കിയിട്ടെന്താണ് കാര്യം? മനുഷ്യർ എപ്പോഴും മറ്റു മൃഗങ്ങൾക്ക് ഒരു ഭീഷണി തന്നെയാണ്. നീയും അവരെ പോലെ തന്നെ വളർന്നു വലുതായാൽ നീയും ഒരു വേട്ടക്കാരനായി മാറും. ഇതും പറഞ്ഞുകൊണ്ട് ഒരു മരത്തിലിരുത്തുന്നുണ്ട്. എന്നാൽ ആ കുഞ്ഞിന്റെ സ്നേഹത്തിൽ മാമത്തങ്ങ് വീണു പോവുകയാണ്. അതോടെ ഹീറോ അവനെ കളിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഇതേ സമയം നമ്മുടെ സിഡ് യാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓടിച്ചെന്നെത്തിയതോ നേരെ ഡിയാഗോയുടെ മുന്നിൽ. പിന്നീട് ഒന്നും നോക്കിയില്ല. പുള്ളിക്കാരൻ ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഒരു കടുവ തന്നെ ആക്രമിച്ചു എന്നും പറഞ്ഞ് നേരെ ഡിയാഗോയുടെ വായിൽ കയറിയിരിക്കുന്നു. അപ്പോഴേക്കും അവരും എത്തി. ഇതും വിശ്വസിച്ച് ആ മണ്ടന്മാർ അവിടെ നിന്നും മടങ്ങുകയാണ്. അവർ പോയെങ്കിലും നമ്മുടെ ഡിയാഗോ സിഡിനെ വെറുതെ വിടണ്ടേ? എന്നാൽ ഹീറോ വരുന്നത് കണ്ട് സിഡിനെ വിട്ടുകളയുകയാണ് അവൻ. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടങ്ങി. യാത്രക്കിടെ നമ്മുടെ സിഡ് പല കുസൃതികളും ഒപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 8ന്റെ പണി കിട്ടുന്നുമുണ്ട്. അങ്ങനെ പോകുന്നതിനിടെ ഡിയാഗോ ഒരു കടുവയുടെ ഫുട് പ്രിന്റ് കണ്ടു. അതങ്ങ് മായ്ച്ചു കളഞ്ഞ് ഒരു മനുഷ്യന്റെ ആക്കുകയാണ് അവൻ. ഇത് കണ്ട് അവർ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്ത് അവർ നേരെ നമ്മുടെ അണ്ണാന്റെ അടുത്തെത്തി. പുള്ളിക്കാരൻ സംസാരിക്കുകയില്ല. അതുകൊണ്ട് ഫുൾ ആക്ഷൻ ആണ്. ഇതാണെങ്കിലോ നമ്മുടെ ടീമിന് മനസ്സിലാകണ്ടേ? മനുഷ്യരെ കണ്ടെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇതായിരുന്നു അവസ്ഥ. ഒടുവിൽ ഡിയാഗോയുടെ നേർക്ക് തിരിഞ്ഞു. അതെ, ആ വഴി കടുവകളാണ് പോയിരുന്നതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. തന്ത്രപൂർവ്വം ഡിയാഗോ അവനെ എടുത്ത് എറിയുകയാണ്. ഇതൊന്നും നമ്മുടെ ടീമിന് മനസ്സിലാകുന്നില്ല. വീണ്ടും അവർ യാത്ര തുടർന്നു. കൊടും തണുപ്പിനെയെല്ലാം അവർ അതിജീവിച്ചു. അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്തതും ഡിയാഗോ മനുഷ്യരെ കാണുകയാണ്. എന്നാൽ പുള്ളിക്കാരൻ അതെങ്ങനെ ഇവരോട് പറയാനാണ്? ഇവരെ എങ്ങനെയെങ്കിലും വീഴ്ത്താനാണ് നമ്മുടെ ഡിയാഗോയുടെ പ്ലാൻ. അത് നമുക്ക് മുമ്പേ അറിയുന്നതല്ലേ? അതുകൊണ്ട് തന്നെ അവരെ വഴിതിരിച്ചു വിടുകയാണ് അവൻ. ഒരു ഷോർട്ട് കട്ട് കണ്ടു എന്നും പറഞ്ഞ് അപ്പുറത്തുള്ള ഗുഹയിൽ കയറാൻ വേണ്ടി പറയുകയാണ്. അപ്പോഴാണ് മുകളിൽ നിന്നും കുറച്ച് മഞ്ഞിടിഞ്ഞു ചാടുന്നത്. അതോടെ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുകയല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അതിനുള്ളിലെത്തിയ പാടെ ഇതായിരുന്നു അവസ്ഥ. എന്നാൽ ഭാഗ്യം കൊണ്ട് അവരതിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് അവർ വീണ്ടും യാത്ര തുടർന്നു. പോകുന്നതിനിടെ ചുറ്റും നോക്കി ഒരു ഐസിൽ പോയി ഇടിക്കുകയാണ് നമ്മുടെ സിഡ്. പുള്ളിക്കാരന്റെ നാവും അങ്ങ് കുടുങ്ങിപ്പോയി. ഒടുവിൽ അതെല്ലാം എടുത്ത് നോക്കുമ്പോൾ അവരെ കാണാനുമില്ല. പിന്നീട് മറ്റൊരു വഴിയിലൂടെ പോവുകയാണ് സിഡ്. ഒരു ചെറിയ മീൻ ഐസിൽ കുടുങ്ങിയിരിക്കുന്നത് കണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് ബാക്കിലേക്ക് തിരിഞ്ഞതും മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ സിഡ് അവിടെ കാണുന്നുണ്ട്. ഒടുവിൽ അവൻ നേരെ അവരുടെ അടുത്തേക്ക് എത്തി. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം. കുഞ്ഞ് മാമത്തിന്റെ മുകളിലുള്ള ഐസിലേക്ക് നുഴഞ്ഞു കയറി ഉരുസി അങ്ങ് പോവുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ അവരൊരേ നെൽപ്പാണ്. ഇന്നല്ലേ മുൻപോട്ടേക്ക് നോക്കുന്നത്. മൂവരും അങ്ങ് ഷോക്കായി പോയി. അങ്ങനെ അവരും ആ വഴിയിലൂടെ പോകുന്നു. ഒടുവിൽ അവർ 3 പേരും 3 വഴിയിലായി പിരിഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ അണ്ണാനുമുണ്ട്. ഒടുവിൽ സിഡിന് കുഞ്ഞിനെ കിട്ടിയെങ്കിലും ഇതായിരുന്നു അവസ്ഥ. നമ്മുടെ കടുവയും ആ വഴി പോകാൻ വേണ്ടി ഒരുപാട് പാടുപെടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ മാമത്തിന്റെ മുകളിലാണ്. മുൻപിലായിതാ നല്ല ഷാർപ്പായ ഒരു ഐസ് നിൽക്കുന്നു. പിന്നീട് അതും ഉപയോഗിച്ചാണ് അവർ കുഞ്ഞിനെ ഫോളോ ചെയ്യുന്നത്. ഒടുവിൽ അവർക്ക് കുഞ്ഞിനെ കിട്ടിയെങ്കിലും മൂവരുടെയും പണി അങ്ങ് കഴിഞ്ഞു.
പിന്നീട് അവർ വീണ്ടും യാത്ര തുടർന്നു. പോകുന്നതിനിടെ ഒരുപാട് ഗുഹാചിത്രങ്ങളെല്ലാം അവർ കാണുന്നുണ്ട്. അതിൽ നമ്മുടെ മാമത്തിന്റെ ചിത്രവുമുണ്ട്. ഇത് കണ്ട് സിഡ്, ഈ മാമത്തിന് ഫാമിലി ഉണ്ട്, എന്നാൽ നമ്മുടെ ഹീറോക്കില്ലല്ലോ എന്നും പറഞ്ഞ് മാമത്തിനെ കളിയാക്കുകയാണ് അവൻ. ഇത് കേട്ട് ഹീറോക്കും ഫീലായി. അവനും അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോഴാണ് ആ ചിത്രത്തിൽ ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൻക്ക് മനസ്സിലാകുന്നത്. രണ്ട് മാമത്തുകൾ അവരുടെ കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം അവരെ മനുഷ്യർ വന്ന് ആക്രമിക്കുകയാണ്. ഇത് കണ്ട് അച്ഛൻ മാമത്ത് അവരെ തടയാൻ പോയി. എന്നാൽ അവരുമായി പിടിച്ചു നിൽക്കാൻ വേണ്ടി ആ മാമത്തിന് സാധിച്ചില്ല. അമ്മ മാമത്തിന്റെയും കുഞ്ഞിന്റെയും അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. ഇത് കണ്ട് ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായി പോവുകയാണ് നമ്മുടെ മാമത്ത്. അപ്പോഴാണ് കുഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ട് കണ്ണ് നിറഞ്ഞ നമ്മുടെ മാമത്ത് അവനെ എടുത്ത് കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ട് സിഡിന്റെയും കണ്ണ് നിറയുന്നുണ്ട്. പുള്ളിക്കാരൻ മൂക്ക് പിഴിഞ്ഞ് നേരെ ഡിയാഗോയുടെ പുറത്ത് തേച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് മനുഷ്യരിപ്പോഴും അവരുടെ യാത്ര തുടരുന്നു. നേതാവിനിപ്പോഴും കുഞ്ഞിനെ കിട്ടുമെന്ന് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. അവരടുത്ത് നമ്മുടെ കുഞ്ഞിന്റെ മാല കിട്ടിയിരുന്നില്ലേ, അതും ഉപയോഗിച്ചാണ് അവർ തിരയുന്നത്. അവരുടെ തൊട്ടപ്പുറത്തായി നമ്മുടെ ടീമുമുണ്ട്. സിഡിനിപ്പോൾ നല്ല ചൂട് അനുഭവപ്പെടുകയാണ്. താഴെ നിന്നുമാണ് ആ ചൂട് വരുന്നത്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മറ്റുള്ളവരോട് അവൻ പറയുമെങ്കിലും ആരും അത് കേൾക്കുന്നില്ല. പിന്നീടാണ് അത് സംഭവിച്ചത്. ഐസെല്ലാം ഉരുകി താഴേക്ക് വീഴുകയാണ്. താഴെയായി ഒരു ലാവ ഒഴുകിയിരുന്നു. എന്നാൽ ഭാഗ്യത്തിന് അവർ നിൽക്കുന്ന ഇടം മാത്രം ഉരുകി പോകുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അവർക്ക് അപ്പുറത്തേക്ക് കടക്കണം. എന്നാൽ സിഡ് ആകെ കിളി പോയി നിൽക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന നമ്മുടെ ഹീറോ സിഡിനെ ഒരു തട്ടും കൊടുത്ത് കുഞ്ഞിനെ അവനെ ഏൽപ്പിക്കുന്നു. ഡിയാഗോ ഇപ്പോഴും പിന്നിലാണ്. അതുകൊണ്ട് തന്നെ ഹീറോ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നു. ഒടുവിൽ തന്റെ തുമ്പിക്കൈയും ഉപയോഗിച്ച് ഹീറോ അവനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ ഹീറോയെ കാത്തിരുന്നത് ഇതായിരുന്നു. ഇത് കണ്ട് അവർ രണ്ടുപേരും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ അന്തം വിട്ടു നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നായകൻ മുകളിലേക്ക് വരുന്നത്. അതോടെ അവർ ഹാപ്പിയായി. ഇതോടെ ഡിയാഗോക്കും കുറ്റബോധം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ജീവൻ രക്ഷിച്ച ഇവരെ വലിയൊരു ആപത്തിലേക്കാണല്ലോ താൻ കൊണ്ടുപോയി വിടുന്നത്. ഇവരെ കാത്ത് കടുവകളെല്ലാം നോക്കി നിൽക്കുകയാണ്. ഒരു കടുവ മാമത്തിന്റെ ഇറച്ചിയെ കുറിച്ചെല്ലാം വായ തോരാതെ സംസാരിക്കുന്നു. എങ്ങനെയെങ്കിലും മാമത്തിനെ വേട്ടയാടണം, മാത്രമല്ല ആ കുഞ്ഞിനെ ജീവനോടെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവരുടെ നേതാവിനും. മറ്റൊരിടത്ത് ഇവരാണെങ്കിലോ ആ കൊടും തണുപ്പിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് അഭയം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ സിഡ് അവിടെ തന്റെ സ്വന്തം രൂപം വരക്കുന്നു. എന്നാൽ മാമത്ത് അവനെ ഒരു കുടവയറനാക്കി മാറ്റി. ഇത് ഇഷ്ടപ്പെടാത്ത നമ്മുടെ സിഡ് അത് മായ്ച്ചു കളയുമ്പോഴാണ് അവിടെ നിന്നും തീപ്പൊരികൾ താഴേക്ക് വീഴാൻ വേണ്ടി തുടങ്ങുന്നത്. ഇതോടെ താൻ ഒരു ജീനസ് ആണെന്ന് സിഡ് പറയുന്നുണ്ട്. അതെ, അവർക്ക് ആ കൊടും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ തീയും കിട്ടി. സിഡ് ഇപ്പോഴും ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടി സ്വന്തം വാലിലും തീയാക്കിക്കൊണ്ട് കിടന്നോടുകയാണ്. ഡിയാഗോ അവനെ രക്ഷപ്പെടുത്തുന്നു. നമ്മുടെ കുഞ്ഞിപ്പോൾ നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് അവർ. ഒടുവിൽ കുഞ്ഞ് നേരെ ചെല്ലുന്നത് ഡിയാഗോയുടെ അടുത്തേക്കാണ്. ഇതൊന്നും പുള്ളിക്കാരന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് അവർ 3 പേരും കൂടെ കിടന്നുറങ്ങി. അപ്പോഴാണ് മറ്റൊരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ അണ്ണാൻ തന്നെ. പുള്ളിക്കാരന്റെ നെട്ട് മുഴുവൻ ഐസാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ഒരുക്കിയെടുക്കണം. പ്രതീക്ഷിച്ച പോലെ ഐസെല്ലാം ഉരുകിപ്പോയി. എന്നാൽ അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ടീം യാത്ര തുടരുകയാണ്. ഇപ്പോൾ അവരുള്ളത് കടുവകളുടെ വാസസ്ഥലത്തായിരുന്നു. എന്നാൽ അതൊന്നും അറിയാതെ നമ്മുടെ പാവം മാമത്തും സിഡും കൂടെ പോകുന്നതിനിടയ്ക്ക് ഡിയാഗോ അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇവനെ ഇങ്ങനെ രക്ഷിക്കുന്നത്? കാരണം ഇവൻ വളർന്നു വലുതായാൽ എന്തായാലും നമുക്കൊരാപത്താണ്. അവനും ഒരു വേട്ടക്കാരനായി മാറും. ഇതെല്ലാം കേട്ട് നമ്മുടെ ഹീറോക്ക് നന്നായി തന്നെ ദേഷ്യം വരികയാണ്. അവനൊന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി ഡിയാഗോയോട് പറയുന്നു. അപ്പോഴേക്കും ഡിയാഗോക്ക് കുറ്റബോധം തോന്നിയിരുന്നു. അവൻ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറയുന്നു. ഇപ്പോഴാണ് ഇതൊരു ചതിയാണെന്ന് മാമത്തിനും സിഡിനും മനസ്സിലാകുന്നത്. അതോടെ ഡിയാഗോയെ കൊമ്പിലെടുക്കുകയാണ് നമ്മുടെ മാമത്ത്. എന്നാൽ തനിക്കൊരവസരം തരണമെന്നും എങ്ങനെയെങ്കിലും ഈ പ്രശ്നം താൻ സോൾവ് ചെയ്ത് തരുമെന്നും ഡിയാഗോ അവർക്ക് വാക്കു കൊടുക്കുന്നു. അതിനായി അവരൊരു പ്ലാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. പിന്നീട് ഡിയാഗോ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് മടങ്ങുകയാണ്. പ്ലാൻ നമ്മൾ കരുതിയ പോലെ തന്നെ നടക്കും. താനിപ്പോൾ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴാണ് കുഞ്ഞിനെ എടുത്തു പോകുന്ന സിഡിനെ അവർ കാണുന്നത്. അതോടെ അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. നേതാവ് അവരോട് പോകണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കാര്യമാക്കുന്നില്ല. ഇതുതന്നെയായിരുന്നു നമ്മുടെ ഡിയാഗോക്കും വേണ്ടത്. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂട്ടമായി അവനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴല്ലേ മനസ്സിലാകുന്നത് പുള്ളിക്കാരന്റെ കാലിനടിയിൽ ഒരു മരത്തടിയുണ്ട്. അതും വെച്ച് സ്കേറ്റിംഗ് ചെയ്ത് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അവൻ. ഒടുവിൽ അവൻ ഒരു മഞ്ഞുമലക്ക് മുകളിലെത്തി. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. കുഞ്ഞവന്റെ കയ്യിൽ നിന്ന് അങ്ങ് മിസ്സായി പോയി. ഇത് കണ്ട് സന്തോഷത്തോടെ അങ്ങോട്ട് വരികയാണ് നമ്മുടെ നേതാവും സംഘവും. പിന്നെ അല്ലേ സിഡിന്റെ ചതി അവർക്ക് മനസ്സിലാകുന്നത്.
അതോടെ അവനെ പിടിക്കാൻ വേണ്ടി ഓടിപ്പോവുകയാണ് അവർ. എന്നാൽ അവരെ കാത്തുനിന്നത് നമ്മുടെ മാമത്തായിരുന്നു. പുള്ളിക്കാരൻ ഒരു എട്ടിന്റെ പണി അവർ കിട്ടുകൊടുത്തു. അപ്പോഴേക്കും നേതാവും അങ്ങോട്ടേക്ക് എത്തി. നേതാവ് ഡിയാഗോയെയും കൂട്ടുവിളിച്ച് മാമത്തിനെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്ത് മറ്റൊരു കടുവ നമ്മുടെ സിഡിനെയും ഫോളോ ചെയ്യുന്നുണ്ട്. സിഡ് കുഞ്ഞിനെ ഒരു മടയിൽ വെച്ചിരിക്കുകയായിരുന്നു. അവനെ പോയി എടുക്കാൻ നിന്നതും കുഞ്ഞെന്തൊക്കെയോ സിഡിനോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. പിന്നല്ലേ പിറകോട്ട് നോക്കുന്നത്. ദേ നിൽക്കുന്നു നമ്മുടെ കടുവ മച്ചാൻ. അപ്പോഴേക്കും സിഡ് കുഞ്ഞിനെ എടുക്കുകയാണ്. നമ്മുടെ മച്ചാനാണെങ്കിലോ നേരെ പോയത് ആ മടക്കുള്ളിലേക്കും. ഇത് കണ്ടതും പുള്ളിക്കാരൻ കണക്കിനിട്ട് പക വീട്ടിയിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇവിടെയാണെങ്കിലോ ഡിയാഗോയും നേതാവും തമ്മിൽ ഫൈറ്റ് ആണ്. അപ്പോഴേക്കും മറ്റു കടുവകളും എത്തി മാമത്തിനെയും ആക്രമിക്കുന്നുണ്ട്. ഡിയാഗോക്കാണെങ്കിലോ നേതാവുമായി പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതോടെ മാമത്തിനെ അവർ 3 പേരും കൂടെ വളഞ്ഞു. നേതാവ് മാമത്തിന്റെ നേരെ ചാടി വീഴുന്ന സമയം നമ്മുടെ ഡിയാഗോ പെട്ടെന്ന് എണീറ്റ് അവനെ രക്ഷപ്പെടുത്തുന്നു. അതോടെ ഡിയാഗോക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന നമ്മുടെ മാമത്ത് നേതാവിനെ എടുത്തെറിയുന്നു. അവനെ കാത്തിരുന്നതാണെങ്കിലോ നേതാവില്ലാത്തത് കാരണം തന്നെ മറ്റു കടുവകൾ പേടിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സിഡ് എത്തി. സന്തോഷത്തോടെ സിഡ് തുള്ളിച്ചാടുകയാണ്. എന്നാൽ മാമത്ത് സൈലന്റ് ആയി തന്നെ നിൽക്കുന്നു. അപ്പോഴല്ലേ അവൻ ആ കാഴ്ച ശ്രദ്ധിക്കുന്നത്. മാമത്തും സിഡും അവന്റെ അടുത്തേക്ക് പോയി അവനോട് എണീക്കാൻ പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് തീരെ വയ്യ. അതുകൊണ്ട് തന്നെ അവരോട് പോകാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ ഡിയാഗോ. ഇത് കണ്ട് കുഞ്ഞിനും സങ്കടമായി. കുഞ്ഞ് ഓടി ചെന്ന് ഡിയാഗോയെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ വിഷമിച്ച് നമ്മുടെ ഡിയാഗോക്കരികിൽ നിൽക്കുന്നു. പിന്നീട് അവർ ഡിയാഗോ ഇല്ലാതെ അവിടെ നിന്നും യാത്രയായി. മനുഷ്യരിപ്പോഴും അവരുടെ യാത്ര തുടരുന്നു. നേതാവാണെങ്കിലോ തന്റെ കുഞ്ഞ് മരിച്ചെന്ന് വിശ്വസിച്ച് ആ മാല താഴെ വെച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴിതാ അങ്ങോട്ടേക്ക് ഒരു മാമത്തും സ്രോത്തും കൂടെ വരുന്നു. ഇത് കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നേതാവും. അവർ ആക്രമിക്കാൻ വരികയാണെന്നാണ് നേതാവ് ആദ്യം കരുതിയത്. ഇത് കണ്ട് മറ്റുള്ളവരും അങ്ങോട്ടേക്ക് ഓടിയെത്തി. എന്നാൽ നേതാവിനെ കാത്തിരുന്നത് വലിയൊരു സമ്മാനമായിരുന്നു. അതെ, തന്റെ കുഞ്ഞിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇത് കണ്ട് അവനെ സന്തോഷത്തോടെ അയാൾ കെട്ടിപ്പിടിക്കുകയാണ്. ഈ രംഗം കണ്ട് നമ്മുടെ മാമത്തിന്റെയും സിഡിന്റെയും എല്ലാം കണ്ണു നിറഞ്ഞിരുന്നു. അവരവിടെ നിന്ന് തിരിച്ചു പോകാൻ നിന്നതും കുഞ്ഞിത അവരെ വിളിക്കുന്നു. അതോടെ കുഞ്ഞിനെ ഒരിക്കൽ കൂടെ താലോലിക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തു. മാത്രമല്ല അവനെ എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടി അവന്റെ മാലയും അവർക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്നും പോവുകയാണ്. പോകുമ്പോഴും കണ്ണും പൊത്തി കുഞ്ഞ് അവർക്കൊപ്പം കളിക്കുന്നുണ്ട്. പിന്നല്ലേ മനസ്സിലാകുന്നത് ഡിയാഗോയെ കണ്ടാണ് കുഞ്ഞ് അങ്ങനെ ചെയ്യുന്നത്. അതേ, മുമ്പ് ഡിയാഗോ കുഞ്ഞിനൊപ്പം കണ്ണുപൊത്തി കളിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഡിയാഗോയെ കണ്ടപാടെ ഇവർക്കും സന്തോഷമായി. അങ്ങനെ അവർ 3 പേരും കൂടെ അവിടെ നിന്നും പോവുകയാണ്. ഇപ്പോൾ 20,000 വർഷം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അണ്ണാനും ഞെട്ടും ഇതാ ഐസായി ഒരു ദ്വീപിലെത്തിയിട്ടുണ്ട്. പിന്നീട് വെയിലടിച്ച് ഐസ് എല്ലാം ഉരുകി പോകുന്നു. ആദ്യം തന്നെ വീഴുന്നത് നമ്മുടെ ഞെട്ടാണ്. പുള്ളിക്കാരനാണെങ്കിലോ അതെടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെ സാധിക്കും? ഒടുവിൽ സംഭവിച്ചതാകട്ടെ ഇതും. അപ്പോഴേക്കും ഐസ് ഉരുകി അണ്ണാനും രക്ഷപ്പെട്ടു. പുള്ളിക്കാരനാണെങ്കിലോ കട്ടക്കലിപ്പിലാണ്. ഓടിച്ചെന്ന് ഒരു തെങ്ങിനിട്ട് തല അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തേങ്ങ കിട്ടി. അതും എടുത്ത് വീണ്ടും ഞെട്ടെടുത്ത് ചെയ്ത പോലെ തന്നെ താഴെ ഇറക്കി ഇതുപോലെ ചെയ്യുകയാണ്. എന്നാൽ പഴയ പോലെ തന്നെ അവിടെ വിള്ളൽ വന്നു. ആ വിള്ളൽ നേരെ പോയതോ ഒരഗ്നിപർവ്വതത്തിലേക്കും. ഇതും കണ്ട് നമ്മുടെ അണ്ണാൻ ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ അവസാനിക്കുന്നത്. സോ ഗൈസ്, എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഐസ് ഏജ് 2 വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.